Hello everyone, welcome back to my video. ഇന്ന് നമുക്ക് CPC എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന മെഡിക്കൽ ടെർമിനോളജി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. So the first question, the suffix ectomy means. Ectomy എന്ന് ഉദ്ദേശിക്കുന്നത് എന്തിനാണ്? ഓപ്ഷൻ എ കട്ടിംഗ് ഇൻ ടു, ബി സർജിക്കൽ റിമൂവൽ, സി എ പെർമനന്റ് ഓപ്പണിംഗ്, ഡി സർജിക്കൽ റിപ്പയർ. So the suffix ectomy means option B surgical removal, or it is known as excision. Otomy is the medical term for cutting into, and ostomy is the medical term used to show that it is a permanent opening, and oplasty is the surgical repair. Next question, the term salpingo-oophorectomy refers to option A the removal of fallopian tubes and ovaries, B the surgical sampling or removal of fertilized egg, C cutting into the fallopian tubes and ovaries for surgical purposes, and option D cutting into a fertilized egg for surgical purposes. So salpingo-oophorectomy എന്ന് പറയുമ്പോൾ salpingo means fallopian tube, oopho means ovary, and the suffix ectomy means removal ആണ്, or surgical removal. So the answer is option A, surgical removal of fallopian tube and ovaries ആണ് salpingo-oophorectomy. Next question, which of the following describes the removal of fluid from a body cavity? Option A arthrocentesis, B amniocentesis, C pericardiocentesis, and option D paracentesis. Centesis എന്ന് പറയുന്നത് puncturing a cavity to remove fluid or the aspiration ആണ് centesis എന്ന് പറയുന്നത്. സോ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് റിമൂവൽ ഓഫ് ഫ്ലൂയിഡ് ഫ്രം എ ബോഡി ക്യാവിറ്റി ആണ് ചോദിച്ചിട്ടുള്ളത്. സോ ഓപ്ഷൻ എയിൽ ആർത്രോ കൊടുത്തിട്ടുണ്ട്. ആർത്രോ എന്ന് പറയുന്നത് ജോയിൻ്റ് ആണ്. ബി അമ്നിയോ മീൻസ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് അല്ലെങ്കിൽ അമ്നിയോട്ടിക് സാക്കിൻ്റെ പങ്ക്ചറിങ് ആണ്. സി പെരികാർഡിയോ മീൻസ് ഹാർട്ടിൻ്റെ വോൾ ആണ്. ദ wall which protects the heart ആണ് പെരികാർഡിയോ. ആൻഡ് ഓപ്ഷൻ ഡി പാരാസെൻറ്റസിസ് ആണ് ബോഡി ക്യാവിറ്റിയുടെ puncturing to removal of fluid എന്ന് പറയുന്നത്. Okay, so the answer is option D paracentesis. Next question, cryopreservation is a means of preserving something through A saturation, B heat, C freezing, D chemicals. Cryopreservation എന്ന് പറയുമ്പോൾ the word cryo means എന്താണ് എന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ ഉള്ളത്. സോ ക്രയോ മീൻസ് എക്സ്ട്രീം കോൾഡിൽ ഒരു പ്രിസർവേഷൻ നടത്തുന്നതാണ് ക്രയോ പ്രിസർവേഷൻ എന്ന് പറയുന്നത്. സോ ദി ആൻസർ ഇസ് ഓപ്ഷൻ സി ഫ്രീസിങ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് എ സർജൻ കട്ട്സ് ഇൻ ടു എ പേഷ്യൻറ്റ് സ്റ്റൊമക്ക് ഹി ഹാസ് പെർഫോംഡ്, അതായത് കട്ടിങ് ഇൻ ടു സ്റ്റൊമക്ക് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ഗ്യാസ്ട്രാക്ടമി, ബി ഗ്യാസ്ട്രോട്ടോമി, സി ഗ്യാസ്ട്രോസ്റ്റോമി, ഡി ഗ്യാസ്ട്രോറഫി. സോ കട്ടിംഗ് ഇൻ ടു എന്ന് പറയുന്നത് ഓട്ടമി ആണ്. സോ ദി ആൻസർ ഇസ് ഓപ്ഷൻ ബി ഗ്യാസ്ട്രോട്ടോമി. എക്ടമി എന്ന് പറയുമ്പോൾ സർജിക്കൽ റിമൂവൽ ആണ് പറയുന്നത്. ഓസ്റ്റമി എന്ന് പറയുമ്പോൾ ഒരു പെർമനൻ്റ് ഓപ്പണിംഗ് ക്രിയേറ്റ് ചെയ്യുന്നതും, ഒറാഫി എന്ന് പറയുന്നത് സർജിക്കൽ സ്യൂച്ചറിങ് ആണ്. സോ ദി ആൻസർ ഇസ് ഓപ്ഷൻ ബി gastrotomy. Next question, the terms nephro and renal both refers to the same organ. Nephro എന്ന് പറഞ്ഞാലും renal എന്ന് പറഞ്ഞാലും സെയിം ഓർഗൻ തന്നെയാണ് എന്ന് പറയുന്നു. ഓപ്ഷൻ എ ട്രൂ, ഓപ്ഷൻ ബി ഫാൾസ്, ആൻഡ് ദി ആൻസർ ഇസ് ഓപ്ഷൻ എ ട്രൂ. നെഫ്രോ ആൻഡ് റീനോ എന്ന് പറയുന്നത് കിഡ്നി തന്നെയാണ്. കിഡ്നീനെ നമ്മൾ രണ്ട് പേരിൽ പറയുന്നുണ്ട്, നെഫ്രോ എന്നും പറയും, റീനൽ എന്നും പറയുന്നുണ്ട്. സോ അതിനൊരു എക്സാമ്പിളാണ് നെഫ്രോലിത്തിയാസിസ് എന്ന് പറഞ്ഞാലും റീനൽ കാൽക്കുലായി എന്ന് പറഞ്ഞാലും കിഡ്നി സ്റ്റോൺ ആണ്. നെഫ്രോ മീൻസ് കിഡ്നി, ലിത്തോ മീൻസ് സ്റ്റോൺ ആണ്. സോ കണ്ടീഷൻ ഓഫ് സ്റ്റോൺ ഇൻ കിഡ്നി ആണ് നെഫ്രോലിത്തിയാസിസ്. കാൽക്കുലായി എന്ന് പറഞ്ഞാലും സ്റ്റോൺ ആണ്. സോ റീനൽ കാൽക്കുലായി എന്ന് പറഞ്ഞാലും കിഡ്നി സ്റ്റോൺ തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദ മെഡിക്കൽ ടേം മയോപ്പതി ദ ടേം പതി മീൻസ് ഡിസീസ്. വാട്ട് ഇസ് ഡിസീസ്ഡ്? അതായത് മയോ മീൻസ് എന്താണ്? ഓപ്ഷൻ എ മൈൻഡ്, ബി മസിൽ,
C, eye, and D, nervous system. The word myo refers to muscle. So the answer is option B, muscle. Myopathy means disease of muscle. Next question, what is the term used for inflammation of bone and bone marrow? Option A, chondromatosis, B, osteochondritis, C, costochondritis, and D, osteomyelitis. ഇവിടെ bone and bone marrow inflammation Inflammation is itis, bone is osteo, and bone marrow is myelo. So option D is the answer. Osteomyelitis is the inflammation of bone and bone marrow. Next question, the root word tricho means. Tricho refers to A, hair, B, sebum, C, eyelid, and D, trachea. And the answer is option A, hair. Next question, this combining form means thirst. Option A, dipso, B, acro, C, cortico, D, somato. And the answer is option A, dipso. Dipso refers to thirst. So the next question is, this term means the surgical removal of the fallopian tube. So the surgical removal is ectomy, and the fallopian tube, the word for fallopian tube is salpingo. So the answer is option D, salpingectomy. Next question, which term describes a surgical puncture of the eardrum? Surgical puncture എന്ന് പറയുന്നത് centuses ആണ്. So eardrumന്റെ medical term is tympano or laryngo. So the answer is option C, tympanocentesis is the surgical puncturing of the eardrum. The next question, bleeding from the bladder is best described by which term? A, cystoptosis, B, cystorrhagia, C, cystography, D, cystoscopy. The word cysto means bladder. So ഇനി നമുക്ക് വേണ്ടത് bleeding ആണ്. So ഒറാജിയ, ഓറിയ എന്നൊക്കെ പറയുന്നതാണ് overflow അല്ലെങ്കിൽ bleeding. Hemorrhagia is the bleeding ഒക്കെയാണ്. So the answer is option B, orrhagia. Cystorrhagia is the bleeding or overflow from the bladder. Next question, during a cheiloplasty, the physician is repairing what part of the body? Cheiloplasty. A, the cervix, B, the lip, C, the cecum, D, the liver. So plasty means surgical repair ആണ്. Cheilo means option B, the lip ആണ്. So cheiloplasty is the surgical repairing of the lips ആണ്. Next question, a patient is having pyeloplasty performed to treat a ureteropelvic junction obstruction. What is being performed? അതായത് യൂറിറ്ററോപെൽവിക് ജംഗ്ഷൻ ഒബ്സ്ട്രക്ഷനെ ട്രീറ്റ് ചെയ്യാനായിട്ട് പൈലോപ്ലാസ്റ്റി ആണ് അണ്ടർഗോ ചെയ്യുന്നത്. So option A, surgical repair of the bladder, B, removal of the kidney, C, cutting into the ureter, D, surgical reconstruction of the renal pelvis. So the answer is option D. Pyelo means renal pelvis and oplasty is the surgical repair. So pyeloplasty refers to the surgical reconstruction of the renal pelvis. Next question, a vesiculotomy is defined as A, removal of an obstruction from the vas deferens, B, surgical cutting into the seminal vesicle, C, removal of one of the seminal vesicles, D, incision into the prostate. ഇവിടെ വെസിക്കുലോ മീൻസ് അല്ലെങ്കിൽ വെസിക്കിൾ മീൻസ് സെമിനൽ വെസിക്കിൾ ആണ്. So otomy is the incision or cutting into. So vesiculotomy is the cutting into seminal vesicle. So the answer is option B. Next question, scalography is an X-ray of A, sinuses, B, liver, C, salivary glands, D, ventricles of the brain. Scalography. So scialo means salivary glands. So scalography refers to the X-ray of salivary glands. So the answer is option C,
Next question. Cytopathology is the study of A. Tissue, B. Cells, C. Blood, D. Organs. Cyto means cell ആണ്, pathology means diseases, study of the diseases ആണ്. So cytopathology is the study of option B. cells ആണ്. ടിഷ്യൂവിൻ്റെ സ്റ്റഡീസിന് പറയുന്നത് ഹിസ്റ്റോളജി എന്നാണ്. സോ ആൻസർ ഇസ് ഓപ്ഷൻ ബി. Cytopathology is the study of cells ആണ്. Next question. A projection is the path of the X-ray beam. If the projection is front to back, it would be A. lateral, B. recumbent, C. decubitus, D. antero-posterior. ഒരു പ്രൊജക്ഷൻ എന്ന് പറയുന്നത് എക്സ്റേ പാസ് ചെയ്യുന്നതിനെയാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. സോ ഒരു ഫ്രണ്ട് ടു ബാക്ക് പ്രൊജക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദി ആൻസർ ഇസ് ഓപ്ഷൻ ഡി. antero-posterior. ദാറ്റ് ഇസ് ഫ്രം ആൻറ്റീരിയർ ടു ദി പോസ്റ്റീരിയർ ആണ്. ഫ്രണ്ട് ടു ദി ബാക്ക് പ്രൊജക്ഷന് നമ്മൾ പറയുന്നതാണ് ആൻറ്റീരിയർ പോസ്റ്റീരിയർ അല്ലെങ്കിൽ antero-posterior. സോ ദി ആൻസർ ഇസ് ഡി.